എടാ നമ്മൾ കുറച്ച് കാലം നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വരണമെങ്കിൽ എന്നെ നിങ്ങൾ കാണുന്നത് കുറവാണ്. പക്ഷേ ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ വേണ്ടി പോവാണ്. കാരണം ഓണപ്പരീക്ഷ വരാൻ വേണ്ടി പോവാണ്. ഓണപ്പരീക്ഷ നമ്മൾ നന്നായി തയ്യാറെടുക്കേണ്ടതുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എജുപോളിൽ ക്ലാസ് കാണാനോ പഠിക്കാനോ വരുന്ന കുട്ടികൾ ചെറിയ മിനിമം പാസ് മാർക്ക് ഒന്നും ആഗ്രഹിക്കരുത്. ഫുൾ മാർക്കിൽ കുറയാത്ത, ഫുൾ മാർക്കിൽ കുറഞ്ഞ ഒരു സ്വപ്നം നമുക്കില്ല കേട്ടോ. അപ്പോൾ ആ ഫുൾ മാർക്കിലേക്ക് എത്താനുള്ള നമ്മൾ ആദ്യ പടിയായിട്ട് ഓണപ്പരീക്ഷ നമ്മൾ കണക്കാക്കാൻ വേണ്ടി പോവാണ്. ഓണം പരീക്ഷയിൽ തന്നെ നമ്മൾ മുഴുവൻ മാർക്ക് എല്ലാ സബ്ജക്റ്റിലും വാങ്ങിയിരിക്കണം. ആ ഒരു ദൃഢനിശ്ചയം നിങ്ങളെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ഫൈനൽ എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, മുഴുവൻ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. റെഡി? അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് ഓണപരീക്ഷകൾ പഠിക്കാനുള്ളത്, നമ്മൾ എത്ര പോർഷൻസ് ഓരോ സബ്ജക്റ്റും ഹ്യൂമാനിറ്റീസിൽ പഠിക്കാനുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾ ആദ്യ ടെക്സ്റ്റ് ബുക്കിൽ 6 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് ചാലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് മുതൽ ദ ക്രൈസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡേഴ്സ് എന്ന് പറയുന്ന 6 ചാപ്റ്റേഴ്സ് വരും. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സാണ്. 80 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. കാരണം എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെ നോക്കുന്നതൊക്കെ നമ്മളെ ക്ലാസ്സിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ ഭാഗം കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചാൽ കറക്റ്റാണ്, 80 മാർക്ക് അവിടെ കിട്ടും, ഒരു സംശയമില്ല. അത് കഴിഞ്ഞ് എക്കണോമിക്സിൽ വരുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് പോർഷൻസ് എക്കണോമിക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വളരെ കുറച്ച് പോർഷൻസ്, ആകെ 3 ചാപ്റ്റേഴ്സിലേ ഉള്ളൂ. മൈക്രോ എക്കണോമിക്സിലെ ഇൻട്രഡക്ഷൻ, അതുപോലെ തന്നെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന വെറും 3 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. പക്ഷേ 3 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കാരണം ഈ 3 ചാപ്റ്റേഴ്സിനെ മാക്സിമം, കാരണം 80 മാർക്കിന് ചോദ്യം വരും അല്ലേ. അപ്പോൾ മാക്സിമം നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓരോ തിയറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായി പഠിച്ചിരിക്കുക. ഇനി നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ 6 ചാപ്റ്റേഴ്സ് ഹിസ്റ്ററി നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, എക്സാമിന് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ 6 ചാപ്റ്റേഴ്സ് വന്നപ്പോൾ 6 ചാപ്റ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററിനും ഏറ്റവും മിനിമം ഒരു 15 മാർക്ക് വരെയുള്ള ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. റെഡി? ഇനി നമുക്ക് ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ജോഗ്രഫി 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അല്ലേ. ആദ്യ ടെക്സ്റ്റ് ബുക്കിൽ 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓണപരീക്ഷയുടെ പോർഷൻസ് ആയി കാണുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതായത് ജിയോഗ്രഫി ഡിസിപ്ലിൻ മുതൽ ലാൻഡ് ഫോം ആൻഡ് ദെയർ റെവല്യൂഷൻ വരെ ഉണ്ട്. ഇനി നേരെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ ലൊക്കേഷൻ, അതുപോലെ ഇന്ത്യ സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, അത് വരെ നിങ്ങളെ ഓണം പോർഷനായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ സോഷ്യോളജിയിൽ വരും. സോഷ്യോളജിയിൽ ആദ്യത്തെ 6 ചാപ്റ്റർ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ചാപ്റ്റേഴ്സും 6 ചാപ്റ്റേഴ്സും എന്ത് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, ഓണപരീക്ഷേൻ്റെ പോർഷൻസ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി നിങ്ങൾ ലാംഗ്വേജിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലീഷിൽ 2 യൂണിറ്റാണ് ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജും 2 യൂണിറ്റുകളാണ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത്രയും പോർഷൻസ് ആണ് ആസ് പെർ സിലബസ് പ്രകാരം നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. ഇനി പലപ്പോഴും നമുക്കറിയാം ഈ ഒരു തുടക്കകാലം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരുപാട് ലീവുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. പല ദിവസവും മഴ കാരണം മറ്റു പല കാര്യങ്ങൾ കാരണം സ്കൂളുകളൊന്നും കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ പല സ്കൂളിലും എത്ര പോർഷൻസ് ഒന്നും കവർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ താഴെ ആദ്യം കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിൽ എത്ര ചാപ്റ്റർ, ഓരോ സബ്ജക്റ്റും എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്തു എന്ന് നിങ്ങൾ താഴെ നിർബന്ധം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഫോളോ ചെയ്യാം. അതുകൊണ്ട് എക്സാംസിൽ മാറ്റങ്ങളും എക്സാമിൻ്റെ ഡേറ്റ് മാറാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. എന്തായാലും സെപ്റ്റംബർ 1 നമ്മൾ ഓണം എക്സാം നമ്മൾ അല്ലെങ്കിൽ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ അതിൽ നിങ്ങൾ സജ്ജരായിട്ടിരിക്കുക, റെഡി ആയിട്ടിരിക്കുക. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഓണപരീക്ഷയാണ്, സിമ്പിൾ പരീക്ഷയാണ്, അല്ലെങ്കിൽ ഓണപരീക്ഷയല്ലേ ആ രീതിയിൽ നിങ്ങൾ ലഘൂകരിക്കരുത്. നിങ്ങൾ നന്നായി എജുപോളിൻ്റെ കൂടെ വരെ നമുക്ക് നന്നായി നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നേരുകയാണ്. നമ്മളൊരു എക്സാം സിസ്റ്ററിൽ പോവാണ്. അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ഈ വീഡിയോ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഈ വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാം സജ്ജായിട്ടിരിക്കുക, റെഡി ആയിട്ടിരിക്കുക. ഓണപരീക്ഷയെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. ഓൾ ദി ബെസ്റ്റ്.